ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് പാർവതി. ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ എൻ്റെ പേര് ദിസ് മമ്മ ബെയർ എന്നാണ്. നമുക്ക് എല്ലാവർക്കും മോസ്റ്റ്ലി ഒരു പെൻ നെയിമോ പെറ്റ് നെയിമോ എല്ലാം ഉണ്ടാകുക അല്ലേ. നമ്മൾ അത് നോക്കിയായിരിക്കാം ഒരു പക്ഷെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേര് ഉണ്ടാക്കുന്നത്. എപ്പോഴും സെയിം പേര് തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. അതിനർത്ഥം അതൊരു ഫേക്ക് അക്കൗണ്ട് ആവണമെന്നോ അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ആകാതിരിക്കാമെന്നോ അർത്ഥവുമില്ല. നമ്മളെ പേഴ്സണലി അറിയാത്തൊരാൾ അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് ലെവലിനകത്ത് ഇല്ലാത്തൊരാൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നമ്മളെ എനിക്ക് നിന്നെ അറിയാം, നീ ഇന്ന ആളല്ലേ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, നീ എടി പൊടി വാടി, ഈ ഒരു യൂസേജ് അത് വെച്ചിട്ട് നമ്മളെ എന്തിനാണ് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോൾ നമുക്ക് ഈ പുള്ളിനെ അറിയാമോ അല്ലെങ്കിൽ ഈ പുള്ളിക്കാരിയെ നമുക്ക് അറിയാമോ അങ്ങനെ തോന്നുന്ന കുറേ ആൾക്കാർ. അതായത് പെട്ടെന്നൊരു പരിചയം ഉണ്ടാക്കാനുള്ള രീതി അല്ലെങ്കിൽ ഒരു അക്വൻറ്റൻസ് ഉണ്ടായിരുന്നു നേരത്തെ, അത് പുതുക്കാൻ എന്നുള്ള രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യുക. ഇതിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അവരുടേതായ ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടല്ലേ. എൻ്റെ ഒരു കംഫർട്ട് സ്പേസ്, ബേസിക് കംഫർട്ട് സ്പേസ് ആണ് എന്നെ അറിയാത്തവർ എൻ്റെ പേര് വിളിക്കുക എന്നുള്ളത്. പെട്ടെന്ന് ആൾ കയറിയിട്ട് എന്നെ എടി പൊടി വാടി എന്ന് വിളിച്ചാൽ ഞാൻ അറിയാതെ ഞാൻ ഡിസ്റ്റർബായി തുടങ്ങും. അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. പക്ഷേ ഇതുമായിട്ടും ഓക്കെ ആയിട്ട് ചില്ലായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഒരാളല്ല. ഇതാരെയും കുറ്റപ്പെടുത്താനുള്ള വീഡിയോ അല്ല, ആരെയും കുറ്റ പറയുകയല്ല. പക്ഷേ ഐ പ്രിഫർ ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. നിങ്ങൾ അവരെ പേര് വിളിക്കുമ്പോൾ അവർക്കൊരു കംഫർട്ടാണ്. നിങ്ങൾക്ക് ഒരു ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ പോലും പ്ലീസ് പേര് വിളിക്കൂ, അല്ലാതെ എടി പൊടി വാടി എന്ന് വിളിച്ച് സംബോധന ചെയ്യരുത്. അവർ തന്നെ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മനസ്സിനകത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എടി പൊടി എന്നൊക്കെ വിളിക്കൂ, അതിനൊരു ഒരു ഒരു ഇതുണ്ട്. പക്ഷേ അല്ലാതെ നിങ്ങൾ ആദ്യമായി കയറി എടി പൊടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വിൽ വർക്ക്. സോ ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ബൈ.